ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരുഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംച. ശ്രീരൂപം സാഗ്രജാതാൻ സഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സുസ്വാഗതം. നേരെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ശ്രീമദ് ഭാഗവത്തിന്റെ ഹൃദയമായിട്ടാണ് 21ാമത്തെ അധ്യായത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓരോ വരിയിലും ഭഗവാന്റെ വേണുവിനെ കുറിച്ചും ഭഗവാന്റെ അധരാമൃതം പേറിക്കൊണ്ടുവരുന്ന വേണുഗീതത്തെക്കുറിച്ചും ഗോപികമാർ പുകഴ്ത്തുമ്പോൾ വൃന്ദാവനത്തിലെ ഓരോ ചരാചരങ്ങളെ കുറിച്ചും അവർ വർണ്ണിക്കുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തോടെ കാണാം. പക്ഷെ ഓരോ വരിയിലും, ഓരോ ശ്ലോകത്തിലും, ഓരോ വരിയിലും, ഓരോ വാക്കിലും ഗോപികമാരുടെ ഭക്തിയുടെ തലവും നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരേ സമയം ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ, ഭഗവാന്റെ ഭക്തരുടെ ഗ്ലോറിഫിക്കേഷൻ നമുക്ക് ഈ 21ാമത്തെ അധ്യായത്തില് വേണുഗീതത്തിൽ കാണാൻ പറ്റും. ഇതിൽ മൊത്തം 20 ശ്ലോകങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ശ്ലോകം സുഗോസ്വാമിയാണ് പറയുന്നത്. 7 മുതൽ 13 വരെയുള്ള 7 ശ്ലോകങ്ങളാണ് ഗോപികമാര് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 6 ശ്ലോകങ്ങൾ സുഗോസ്വാമി പറയുന്നു, പിന്നത്തെ 13 ശ്ലോകങ്ങൾ ഗോപികമാര് പറയുന്നു, 13, 6, 19. അവസാനത്തെ 20ാമത്തെ ശ്ലോകം വീണ്ടും സുഗോസ്വാമിയാണ് പറയുന്നത്. അപ്പൊ ഈ 7 മുതൽ 19 വരെയുള്ള ശ്ലോകത്തിൽ 19ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഈ 13 ശ്ലോകങ്ങളിലാണ് അവര് വേണുഗാന വർണ്ണം നടക്കുന്നത്. അതായത് വേണുഗാനം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ, ഇപ്പൊ നമ്മൾ വേണുഗാനം ഏതാണ്ട് മുഴുവൻ കേട്ടു. 10ാമത്തെ ശ്ലോകം അധികമൊന്നും അതിനകത്ത് അവർ പറഞ്ഞിട്ടുമില്ല. ആ ഗോപികമാരുടെ മനസ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ ആ വേണുഗാനത്തിനെ അതേ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ. അപ്പൊ അതായത് വേണുഗാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ആയി പോകും. സത്യത്തിൽ ഇത് ആരുടെ വർണ്ണനയാണ്? ഭഗവാന്റെ വർണ്ണനയാണോ?
ഭഗവാന്റെ വേണുവിന്റെ വർണ്ണനയാണോ? വേണുവിൽ നിന്നും വരുന്ന ആ സുന്ദര രാഗങ്ങളുടെ വർണ്ണനയാണോ? വൃന്ദാവനത്തിലുള്ള മറ്റുള്ള ജീവജാലങ്ങൾ, മരങ്ങളുടെയും പക്ഷികളുടെയും മയിലുകളുടെയും കുയിലുകളുടെയും പശുവിന്റെയും മാനുകളുടെയും ഇവരുടെയൊക്കെ വർണ്ണനയാണോ? അത് സ്വയം ഗോപികമാരുടെ വർണ്ണനയാണ്. അത് നമുക്ക് അത്ര കൺഫ്യൂസ് ആക്കി കളയരുത്. അതായത് ഈ നടത്തുന്ന ഗോപികന്മാരുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് ആചാര്യന്മാർ കൂടുതലും ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രത്യക്ഷമായിട്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഒരു കാര്യം മനസ്സിലാക്കുക, ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത് വളരെ ഫോർമലായിട്ടാണ്. ഫോർമൽ എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം എന്തായിരിക്കും? ഔപചാരികത. അതിന് കുറച്ച് നിയമങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ, ഉദ്ദേശങ്ങളുണ്ട്. ഔപചാരിക ആയിട്ടും പ്രത്യേക ഉദ്ദേശത്തോടെയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നത്. അപ്പൊ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഭഗവത്ഗീത ഭഗവാൻ പറയുന്നുണ്ട് ഉദ്ദേശം എന്താണ്? പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതം, മൂന്നാമത്തെ എന്താ? ധർമ്മ സംസ്ഥാപനാർത്ഥായ. അതിലാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ വരുമ്പോൾ എപ്പോഴായാലും ശരി അതിന്റെ ഒരു ഫോർമാലിറ്റി ഉണ്ട്. അത് ഫോർമൽ എന്നുള്ള വാക്കിൽ നിന്നാണ് ഫോർമാലിറ്റി എന്നുള്ള വാക്കുണ്ടാക്കിയത്. ഔപചാരികതയുണ്ട്, അത് കുറച്ച് നിയമങ്ങളുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ ഒരു VIP നമ്മുടെ നാട്ടിൽ വരണം, പ്രധാനമന്ത്രിയോ ഗവർണറോ രാഷ്ട്രപതിയോ, അത് ചില നിയമങ്ങളുണ്ട്, ചില പ്രോട്ടോക്കോളുകളുണ്ട്, ട്രാഫിക്കുകൾ നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ സാക്ഷാൽ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നതിന് ചില ഔപചാരികതയുണ്ട്. അപ്പൊ കൃഷ്ണലീല വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും പലർക്കും സംശയം തോന്നും, കൃഷ്ണൻ വന്നത് നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണോ, അതോ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അതായത് ഭഗവാന്റെ പ്രത്യേകിച്ച് വൃന്ദാവന ലീല എന്ന് പറയുമ്പം ഭഗവാന്റെ യാതൊരു ഫോർമാലിറ്റി അവിടെ കാണാൻ പറ്റില്ല. ഒരു ഇൻഫോർമൽ ആണ് ഭഗവാൻ അവിടെ. ആ കൃഷ്ണലീലയുടെ മാധുര്യം അതാണ്. പക്ഷെ വൃന്ദാവനത്തിൽ ഭഗവാൻ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. കുഴിയത് ഒരു 10-11 വർഷം ഉണ്ടായിരുന്നു. 175 വർഷമാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 10-11 വർഷം ഭഗവാൻ വൃന്ദാവനത്തിലുണ്ടായിരുന്നു. ബാക്കി സമയം മുഴുവൻ ഭഗവാൻ മധുരയിലും ദ്വാരകയിലും ഹസ്തനപുരത്തൊക്കെ ആയിരുന്നു. അവിടെ എല്ലാം ഭഗവാൻ ഇതാ ചെയ്തത്. പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ. ഭഗവാന്റെ ബാക്കി അവതാരങ്ങൾ നമുക്ക് ഇപ്പൊ വാമനാവതാരമായാലും നരസിംഹാവതാരമായാലും ശരി, രാമാവതാരമായാലും ശരി, അതൊക്കെ വളരെ സ്പെസിഫിക്. അതുമായിട്ട് താരതമ്യം നമ്മൾ ചെയ്യുമ്പോൾ കൃഷ്ണലീലയുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ബാക്കി അവതാരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആ ഇൻഫോർമാലിറ്റി കാണാൻ പറ്റും. ബാക്കിയുള്ള ഫോർമലായിട്ടുള്ള ആ ഫോർമാലിറ്റി നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതെല്ലാം ഈ ഇൻഫോർമാലിറ്റി എന്തിനാണ് കൃഷ്ണലീല ഭഗവാൻ വെച്ചിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ ഭക്തന്മാർക്ക് ആനന്ദം പകരാൻ. കൃഷ്ണന്റെ തോളെ കൈയിട്ടിട്ട് കൃഷ്ണന്റെ കൃഷ്ണൻ മണ്ണ് വാരി തിന്നെന്നും പറഞ്ഞ് കൃഷ്ണനെ പിടിച്ചോണ്ട് യശോദമ എടുക്കുക ചെയ്ത് യശോദമായി വടിയും കൊണ്ട് ഓടിക്കുന്നു. നരസിംഹൻ അതുപോലെ ഓടിക്കാൻ പറ്റുമോ? എന്നാലോചിച്ച് നോക്കിയേ. കാര്യം അവിടെ എല്ലാം ഫോർമലായിട്ടുള്ളതാണ്. രാമാവതാരമായാലും രാമാവതാരത്തിൽ ഇതുപോലെ ഗോപികമാരുമായിട്ട് ഭഗവാൻ രാമൻ, അത് മര്യാദ പുരുഷോത്തമനാണ്. അവിടെ എല്ലാം ഫോർമലാണ്. അപ്പൊ ഈ ഇൻഫോർമലായിട്ട് കൃഷ്ണൻ ലീലകൾ വൃന്ദാവനത്തിൽ എന്തിനാ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒൺലി റീസൺ നമുക്കറിയാവുന്നതല്ല, നമ്മുടെ ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത്, അത് ഭക്തർക്ക് ആനന്ദം പകരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനിലേക്ക് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മാധുര്യം അതിനകത്ത് വരുന്നത്. എത്ര കേട്ടാലും നമുക്ക് മതിവരാത്തി. അതുകൊണ്ടാണ് കൃഷ്ണലീലയുടെ ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിനൊരു പ്രത്യേക മാധുര്യമുണ്ട്. കാര്യം അവിടെ കൃഷ്ണൻ ഫോർമൽ അല്ല, ഇൻഫോർമൽ ആണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ സമാധാനങ്ങളില്ലാത്തതും മാധുര്യമില്ലാത്തതും അതുല്യകുമാരമായ ലീലകളാണ് കൃഷ്ണൻ വൃന്ദാവനത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിലൊന്നാണ് ഈ വേണുഗാന വർണ്ണയിൽ ഇവര് വർണ്ണിക്കുന്നത്. അപ്പൊ ഇവിടെ യാതൊരുവിധ നിയമവും നമുക്ക് കാണാൻ പറ്റില്ല, ഫോർമാലിറ്റി കാണാൻ പറ്റില്ല. അപ്പൊ അതായത് പലപ്പോഴും നമുക്ക് കൃഷ്ണന്റെ ലീലകൾ നമ്മളെ ഉണ്ടാക്കും, നമ്മളെ കുഴയ്ക്കും. എന്താണ് കൃഷ്ണൻ കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വർണ്ണിച്ചിട്ടുണ്ട്. ഈ അടുത്ത നിമിഷം എന്താണ് കൃഷ്ണൻ ചെയ്യാൻ പോകുന്നത്, എന്താണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് കൃഷ്ണൻ ചെയ്യുന്നത്, ആർക്കും പറയാൻ കഴിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം യശോദമായി വാ തുറക്കം പറഞ്ഞപ്പോൾ വാ തുറന്ന് കാണിച്ചാൽ പോരെ? അതിനകത്ത് മൊത്തം ബ്രഹ്മാണ്ടം കാണിക്കേണ്ട കാര്യം എന്തുവാ? ആർക്കും അറിയില്ല എന്തിനാ കാണിച്ചതെന്ന്. വെണ്ണ കട്ട് ചെയ്യാൻ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആചാര്യ പറയുന്ന കാര്യങ്ങളുണ്ട് കുറച്ച്. അത് തന്നെയാണോ? ഒന്നും മനസ്സിലാകത്തില്ല. ഒരു വടി എടുത്തോണ്ട് യശോദമായി വരുമ്പം കണ്ണൂരുമെല്ലാം രുദന്തം മുഹർനേത്ര യുഗ്മം എന്നുള്ള ദാമോദരഷ്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഖാമാരുമായിട്ട് ഗുസ്തിയിൽ തോറ്റിട്ട് സഖാമാരെ തോളിലേറ്റുകൊണ്ട് പോകുന്നു. ഇത് തന്നെ ബ്രഹ്മാവിന് പറ്റിയത്. ബ്രഹ്മാവ് ബീവിൽഡർ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാര്യം പറയാനുണ്ടോ? ആ കൃഷ്ണന്റെ മാധുര്യം അതാണ്. അടുത്ത നിമിഷം എന്താണ് കൃഷ്ണൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൃഷ്ണൻ ചെയ്യുന്ന പ്രവൃത്തി എന്തിനാണ്, എന്താണെന്ന് മനസ്സിലാകില്ല. അതായത് പോലെ തന്നെ അവിടെ വന്ന അസുരന്മാരെ എല്ലാം കൊന്നു, കാര്യമായി വെറുതെ വിട്ടു.
ഭഗവാന്റെ ഇഷ്ടം. അപ്പൊ മറ്റെല്ലാ അവതാരങ്ങൾക്കും ഒരു സ്പെസിഫിക് ഉദ്ദേശം ഉണ്ടായിരുന്നു, അല്ലേ? ഇപ്പം നരസിംഹാവതാരം വന്ന എന്തിനാണ്? പ്രഹ്ലാദ് രക്ഷിക്കാനും ഹിരണ്യകശിപുവിനെ കൊല്ലാനും. പ്രഭു രാം വന്ന എന്തിനായിരുന്നു? രാവണനെ കൊല്ലാൻ. വാമനാവതാരം എന്തുമായിരുന്നു? ഇങ്ങനെ ഓരോ അവതാരത്തിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. പക്ഷെ കൃഷ്ണാവതാരം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവില്ല, അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ വൃന്ദാവന കൃഷ്ണലീലകൾ എല്ലാവരെയും അമ്പരപ്പിക്കുന്നതും സംഭ്രമിക്കുന്നതായിരുന്നു. എന്നാൽ ഈ സംഭ്രമത്തിനും അതിൻ്റെതൊരു മാധുര്യമുണ്ട്. ബാക്കിയുള്ള ലീലകൾ ആ മാധുര്യം നമുക്ക് കാണാൻ പറ്റില്ല. രാമലീലയിൽ എന്തുവായിരുന്നു മാധുര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിനകത്തെല്ലാം വിഷാദവും അതും ഇതൊക്കെ ആയിരുന്നു. നരസിംഹാവതാരത്തിൽ എന്തുവായിരുന്നു മാധുര്യം, അല്ലെ വാമനാവതാരത്തിൽ എന്തുവായിരുന്നു മാധുര്യം? കൃഷ്ണലീലയ്ക്ക് മാത്രം അവകാശപ്പെടാവുന്ന കുറച്ച് മാധുര്യങ്ങളുണ്ട്. ആ മാധുര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണലീലയുടെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അത് വിവരണാതീതമാണ്, നമുക്കൊന്നും വിവരിക്കാൻ പറ്റില്ല. മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിവരിക്കുന്നത്? നമുക്കത് മനസ്സിലാകില്ല, പിന്നെ വിവരിക്കാൻ പറ്റുമോ? പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതിശയിപ്പിക്കുന്ന സംഭ്രമിക്കുന്ന ലീലകള് ഭഗവാന്റെ ഗോപികമാരോടുള്ള സമീപനമായിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാകുന്ന, പിന്നെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പ്ലേ ബോയ് അല്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പരംപുരുഷത്വൻ ഭഗവാനാണ്. അപ്പൊ ഗോപികന്മാരോടുള്ള ഭഗവാന്റെ സമീപനം നമ്മളെ സംഭ്രമിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കൈ വെണ്ണയ്ക്ക് വേണ്ടി ഗോപികമാർ പറഞ്ഞ് ഈ ചാണകക്കൊട്ട അവിടെ കൊണ്ടിട്ട് കൃഷ്ണ, ഒരു കൊട്ട ഇടുന്നതിന് ഒരു ലഡു. അപ്പൊ ഒരു 2-3 കൊട്ട ഇട്ട് കഴിഞ്ഞപ്പം ഗോപികമാർ കൃഷ്ണനോട് പറയുന്നു, ഈ കൗണ്ടിങ് നമുക്കറിയില്ല, ഞാനും സ്കൂളിൽ പോയിട്ടില്ല, നിങ്ങളും സ്കൂളിൽ പോയിട്ടില്ല. കൃഷ്ണനോട് പറയുന്നതാണ്, നീയും സ്കൂളിൽ പോയിട്ടില്ല, ഞങ്ങളും പോയിട്ടില്ല. പിന്നെ പ്ലേ സ്കൂളിലോ പിന്നെ എന്താ നഴ്സറിയിലോ ലോവർ കേജിലോ ഹയർ കേജിലോ ഒന്നും നമ്മൾ പോയിട്ടില്ല. അപ്പൊ കൗണ്ട് ചെയ്യാതെ പിന്നെ എങ്ങനെയാ? ഓരോ ചാണകത്തിന്റെ ഓരോ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ചെള്ളക്ക് ഒട്ടിക്കും, കൃഷ്ണന്റെ തന്നെ. ഒരു കൊട്ട കൊണ്ടിടുമ്പോ ഒരു പുള്ളി ഇവിടെ കുത്തും, അപ്പൊ ഒരു ലഡു. അങ്ങനെ മുഖം മൊത്തം ലഡു ആയി കഴിഞ്ഞപ്പോൾ ഒരു ഗോപി, അയ്യോ യശോദമായി വരുന്നു ഓടുന്ന, ഗോപിമാരെല്ലാം ഓടും. പാവം കൃഷ്ണ അവിടെ നിൽക്കുകയാണ്, ഇതും കൊണ്ട് ലഡുവും പോയി, മുഖം വൃത്തികേടായി. യശോദമായി വന്നുമില്ല. നമ്മളെ സംഭ്രമിക്കത്തില്ലേ ഇത്? സംഭ്രമിപ്പിക്കും. സാക്ഷാൽ ഭഗവാനാണത്. കൃഷ്ണന്റെ ഓരോ ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃന്ദാവനത്തില്, അതായത് പിന്നെ എന്റെ ഇടയ്ക്ക് വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണന്റെ ബാക്കിയുള്ളവരുടെ സമീപനം ഫോർമലായിരുന്നു. നന്ദകുമാരുടെ വളരെ ഫോർമലായിരുന്നു. മകന്റെ ഇതായിട്ട് ചെന്ന് തലയെടുത്ത് വെച്ചുകൊണ്ട് പോകുന്നു, യശോദമായി എടുക്കുക, അമ്മയായിട്ട് കരുതുന്നു. അവിടെ ഇടയ്ക്ക് ഫോർമലും ഉണ്ട് ഇൻഫോർമലും ഉണ്ട്. ഗോപികമാരുമായിട്ട് ഇൻഫോർമലാണ്, ചില സമയത്ത് ഗോപന്മാരുമായിട്ട് ഇൻഫോർമലാണ്. അപ്പൊ ഏറ്റവും വലിയ ഇതിനകത്ത് ഗോപികമാരുമായിട്ട് നമ്മൾ ഭഗവാന്റെ ലീലകളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും വിങ്ങലുണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, വൃന്ദാവനത്തിലെ എല്ലാവർക്കും, നന്ദഗോപർക്കായാലും യശോദാമ്മയ്ക്കായാലും മുതിർന്ന ഗോപികമാർക്കായാലും ഗോപന്മാർക്കായാലും പരസ്യമായിട്ട് പറയായിരുന്നു, കൃഷ്ണൻ ഞങ്ങളുടേതാണ്, ഞങ്ങൾ കൃഷ്ണന്റേതാണ്. പക്ഷെ ഒരിക്കലും ഗോപികമാർക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലായിരുന്നു, കൃഷ്ണൻ ഞങ്ങളുടേതാണ്. അതായത് കൃഷ്ണഭക്തിയുടെ ഉച്ചകോടിയിലായിരുന്നു അവര്. അതിനപ്പുറം ഒരു ലെവല്, രാധാറാണിയുടെ ലെവല് നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറം ഒരു ലെവൽ ആർക്കും ഇല്ല. രാധാറാണി ലെവലിൽ എത്താൻ നമുക്ക് പോലും കഴിയില്ല. പ്രേമം വരെ നമുക്ക് പോകാൻ, ഭാവ് വരെ നമ്മൾ പോകത്തുള്ളൂ. ഭാവപ്രേമത്തിനും പോകാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന് മുകളിൽ അഞ്ചവസ്ഥ 7 അവസ്ഥ അവർക്കില്ല, ഉണ്ട്. അത് രാധാറാമണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ലെവലിലായിരുന്നിട്ട് പോലും ബാക്കിയുള്ളവരുടെ കൂട്ട് പരസ്യമായിട്ട് കൃഷ്ണപ്രേമം പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആ വേദന, ആ വിങ്ങൽ, അതാണ് നമുക്ക് വേണുഗാനത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവരുടെ കൂട്ട് പരസ്യമായിട്ട് കൃഷ്ണ ഭക്തി പ്രകടിപ്പിക്കാനോ കൃഷ്ണ സേവ ചെയ്യാനോ കഴിയാത്ത അവസ്ഥ. അത് നമുക്ക് ആ തേങ്ങൽ, ആ വിങ്ങലാണ് വേണുഗാനത്തിന്റെ ഓരോ ശ്ലോകത്തിലും ഓരോ വരിയിലും ഓരോ വാക്കിലും കാണാൻ പറ്റുന്നത്. ഒന്ന് ഓർക്കണം, അവര് ഈ ഗോപികമാര് ജീവിച്ചത് അല്ലെങ്കിൽ കൃഷ്ണൻ നടക്കുന്ന വേണ്ട 5000 വർഷങ്ങൾക്ക് മുമ്പാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സാമൂഹ്യ നീതി, ഒരു യുവതി അല്ലെങ്കിൽ പ്രായപൂർത്തിയ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വിവാഹിതയായ ഒരു സ്ത്രീ പരസ്യമായിട്ട് വേറൊരു പുരുഷനോട് എന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു എന്ന് പറയുക, ഇത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ സാമൂഹ്യനീതി നിലവിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സാമൂഹ്യനീതി പരിപൂർണമായും പരിപാലിച്ചിരുന്ന ഒരു സമൂഹത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൃഷ്ണപ്രേമം പ്രകടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ വിങ്ങലും തേങ്ങലുമാണ് നമ്മൾ ഇവിടെ ഓരോ വരിയിലും കാണാൻ പറ്റുന്നത്. അതായത് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എന്താണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ,
കൃഷ്ണപ്രേമം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഹൃദയത്തോടുകൂടിയ ഭഗവാന്റെ ഏറ്റവും ഉച്ചകോടിയിലുള്ള ഭക്തരായ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് ആ ഭക്തി പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല, കാരണം നമ്മൾ ആ സ്ഥലത്തിലല്ല. എങ്കിൽ പോലും നമ്മൾ ആലോചിച്ചു, നമ്മൾ പോകുന്ന അമ്പലത്തില് എന്തെങ്കിലും കാരണം നമ്മൾ പറയാം നാളെ മുതൽ വരരുതെന്ന് പറഞ്ഞാൽ ആത്മഹത്യ, എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിപ്പോവും. നാളെ മുതൽ ഈ അമ്പലത്തിൽ വരരുത്, ഭഗവാന് പുഷ്പം അർപ്പിക്കാൻ പാടില്ല, വിഗ്രഹത്തിൽ സേവ ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല, കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കേണ്ട കാര്യം എന്താ? പിന്നെ എന്തിനു വേണ്ടി ജീവിക്കണം പറ? അതിനേക്കാൾ എത്രയോ ഉച്ചകോടിയുള്ള അവസ്ഥയായിരുന്നു ആ ഗോപികമാരുടെ. അതാണ് ഈ വേണുഗീതത്തിൽ മൊത്തം അവര് പറയുന്നത്. അതായത് പിന്നെ വൃന്ദാവനത്തിലെ ഗോപികമാരുടെ ഹൃദയം, ആ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കൃഷ്ണപ്രേമം, അത് നമുക്ക് മനസ്സിലാക്കില്ല. നമുക്കെന്നല്ല, ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ആ ലെവലിലുള്ളവർക്ക് അത് മനസ്സിലാകുള്ളൂ. ആ ലെവലിലുള്ളവരാരും ഇല്ല. ഇപ്പൊ ലഡ്ഡു ഒരു വ്യക്തി, ലഡ്ഡു കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയുടെ ലഡ്ഡുവിന്റെ മധുരത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ ഒരാള്, ഇപ്പൊ ആരെങ്കിലും, നിങ്ങൾ കൊച്ചുകുട്ടികളാതിരിക്കണം, അവർ ഒരിക്കലും ലഡ്ഡുവിനെ കുറിച്ച് കേട്ടിട്ടില്ല, ലഡ്ഡുവിനെ കണ്ടിട്ടില്ല, ലഡ്ഡു കഴിച്ചിട്ടില്ല. ആ കുട്ടി എവിടുന്നോ ടെലിവിഷനിൽ എവിടുന്നെങ്കിലും കേട്ടു, ലഡ്ഡു എന്നൊരു ശബ്ദം കേട്ടു, കഴിക്കാനുള്ളതെന്ന് മനസ്സിലായി. നിങ്ങളോട് ചോദിക്കാം, അമ്മയെ ലഡ്ഡു എന്ന് പറഞ്ഞാൽ എന്താ? അമ്മനെ അതൊരു മധുര പലഹാരമാണ്. അതിന്റെ ടേസ്റ്റ് എന്താണ്? അത് മധുരമാണ്. ഇതിൽ കൂടുതൽ അങ്ങനെ പറയാൻ പറ്റും? മധുരം എല്ലാത്തിനും ഉണ്ട്. പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്, പല മധുരമുള്ള ഇതുണ്ട്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? എപ്പോ വരെ ആ ലഡു ആ കുട്ടി അനുഭവിക്കുന്നില്ല, അപ്പോൾ വരെ അതിന്റെ മധുരം അതിന് അനുഭവിക്കാൻ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അതേപോലെ നമുക്ക് ഗോപികമാരുടെ വിങ്ങൽ എത്തിരിയെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാതയിലൂടെ നമ്മൾ കടന്നു പോകണം. അത് നമുക്ക് ഈ ജന്മം കഴിയുമെന്ന് തോന്നുന്നില്ല. അതായത് ഞാനിപ്പോ പറഞ്ഞത് അവരുടെ ആ ഹൃദയത്തിലുള്ള വേദന, അത് നമുക്ക് വേണുഗാനത്തിന്റെ ഓരോ ശ്ലോകത്തിലും, ഓരോ വരിയിലും, ഓരോ വാക്കിലും കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് പോലും തേങ്ങും. ഇത് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് കേട്ടില്ലേ. ഞാൻ ഇന്ന് ഈ സത്യം പറയാണ്, ഇത് ഈ നോട്ട്സ് എഴുതിക്കൊണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമം വരുമായിരുന്നു, തീർന്നല്ലോ എന്നുള്ളത്. 19 ശ്ലോകം കൊണ്ട് തീർന്നല്ലോ എന്നുള്ളത്. എൻ്റെ കൗൺസിലർ, അദ്ദേഹം വളരെ പ്രായമായ 30 to 33 ഇയേഴ്സേ ഉള്ളൂ. എൻ്റെ കൗൺസിലർ, അദ്ദേഹത്തിന്റെ അമ്മ ക്യാൻസർ ആയിട്ട് സീരിയസ് ആയിട്ട് ബെഡ് റിഡൺ ആണ്. അപ്പൊ ഞങ്ങളുടെ അമ്പലത്തിൽ നിന്നുണ്ട് 500 മീറ്റർ ഉള്ളൂ പുള്ളിയുടെ വീട്ടിലോട്ട് പോകാൻ. ആ മാതാജിയും 62-63 വയസ്സേ ഉള്ളൂ. ലാസ്റ്റ് ബ്രീത്ത്, അതായത് ശ്വാസം മാത്രമേ ഏത് സമയം മരിക്കാം. 1 മാസമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അവരും ഇനിഷ്യേറ്റഡ് ഡിവോട്ടിയാണ്, പരമ്പൂജ രാധാകൃഷ്ണ മഹാരാജന്റെ ഡിസൈപ്പിൾ ആണ്. ഞാൻ മെയ് 2-ാം തീയതി മുതൽ ഇന്ന് വരെ എന്നും ആൾമോസ്റ്റ് ഏകദേശം എനിക്ക് ടൈം കിട്ടത്തില്ല. അവിടെ പോയിരുന്ന ആ അമ്മയുടെ അടുക്കിരുന്ന് 1 മണിക്കൂർ രാവിലെ എൻ്റെ ജപാ സെഷനിൽ ഞാൻ അവരുടെ അടുക്കിരുന്ന് ജപിക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. എൻ്റെ കൗൺസിലറിന്റെ അമ്മയാന്ന് മാത്രമല്ല, എന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു, എന്നെ സ്വന്തം സഹോദരനെ പോലെയാണ് സ്നേഹിച്ചത്. അപ്പൊ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പം എന്നോട് അദ്ദേഹം ചോദിച്ചു, പുള്ളിയാണ് എന്നോട് പറഞ്ഞത്, കൊച്ചിൻ എന്നോട് ഭാഗവതം എടുക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായിരുന്നു, എങ്ങനെ ഞാൻ ഭാഗവതം എടുക്കും, ഞാൻ ഗീത എടുത്തിട്ടുള്ള ഭാഗവതം എടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചായിരുന്നു, എനിക്ക് ഇതുപോലെ ഭാഗവതം എടുക്കാൻ പറയാൻ എന്ത് വേണം? അന്നേരം പറഞ്ഞത് കൃഷ്ണന്റെ പിന്നെ ഈ വൃന്ദാവനത്തിലെ ലീലകള്, അതായത് പ്രത്യേകിച്ച് അസുര നിഗ്രഹ ലീലകള്, സീരീസ് ഓഫ് ലെക്ചർ ഉണ്ട് ഇഷ്ടംപോലെ, അതിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു, കാരണം പ്രഭുപാദ് പറഞ്ഞേക്കുന്ന 10-ാമത്തെ സ്കന്ധം നമ്മൾ ഡയറക്റ്റ് പോരെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്റെ ശിക്ഷാഗുരുവിന്റെ പെർമിഷൻ ഉള്ളതിന്റെ പേരിലാണ് പിന്നെ ഞാനിത് എടുക്കാൻ ഉള്ള ധൈര്യം കാണിച്ചത്. ഇന്ന് ഞാൻ ജപിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് പുള്ളി പറഞ്ഞാൽ ഇന്ന് ക്ലാസ് ഉണ്ടല്ലോ, പുള്ളിക്ക് അറിയാം തേഴ്സ്ഡേ ഫ്രൈഡേ എനിക്ക് ക്ലാസ് ഉണ്ട്, തേഴ്സ്ഡേ ഗീത, ഫ്രൈഡേ ഭാഗവതം ക്ലാസ് ഉണ്ടോ. ഞാൻ പറഞ്ഞു അത് ഇന്ന് 19-ാമത്തെ ശ്ലോകമാണ്, വേണുഗീതം തീരാൻ പോവാണ്. എൻ്റെ മനസ്സ് എനിക്ക് ഭയങ്കര വിങ്ങുന്നു, ആ വേണുഗീതം തീരുവാണല്ലോ എന്ന് ഓർത്തിട്ട്. നമ്മൾ ഈ സ്കൂളിൽ നിന്നൊക്കെ പിരിഞ്ഞു പോകുമ്പം ഉണ്ടാകുന്ന ഒരു വേദനയോ എന്തോ, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തൊരു വേദന. അപ്പൊ നമ്മൾക്ക് ആ വേണുഗീതം കേട്ടിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തീവ്രമായ വേദന ഇത്രയാണെങ്കിൽ ആ ഗോപികമാർ അനുഭവിച്ച വേദന എന്തായിരുന്നു? ആ വേദന അനുഭവിക്കാൻ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? കൃഷ്ണനെ സ്നേഹിച്ചതോ, കൃഷ്ണനെ പ്രേമിച്ചതോ? വൃന്ദാവനത്തിലെ ഗോപികമാർ തന്റെ വിരഹത്തിൽ കരയുകയായിരിക്കും എപ്പോഴും എന്ന് അറിഞ്ഞിട്ട് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ഉദ്ധവരെ അയക്കുന്നുണ്ട് വൃന്ദാവനത്തിൽ ഗോപികമാരെ ആശ്വസിപ്പിക്കാൻ. ഇവിടെ വന്നപ്പോ പിന്നെ ഉദ്ധവിന്റെ വിടംബന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ധവ് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം? കരയരുതെന്നോ? ഒരു വ്യക്തി കൃഷ്ണ വിരഹത്തിൽ കൃഷ്ണന് വേണ്ടി കരയുമ്പോൾ
അത് ഭക്തിയുടെ ഉച്ചകോടിയാണ്. ആ ഭക്തനോട് അല്ലെങ്കിൽ ഭക്തയോട് കരയെന്ന് പറയാൻ പറ്റുമോ? കരയാൻ പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളും വേണുഗീതം കേൾക്കുമ്പം നമുക്കത് എന്താ അവരുടെ ആ അവസ്ഥ അത് നമുക്ക് മനസ്സിലാകത്തില്ല. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം സാധു സന്യാസിമാർക്കോ ഋഷിവര്യന്മാർക്കോ പിന്നെ വൃന്ദാവനവാസികൾക്കൊക്കെ എല്ലാവർക്കും പരസ്യമായിട്ട് കൃഷ്ണനെക്കുറിച്ചും കൃഷ്ണൻ തങ്ങളുടേതാണെന്നും ഞങ്ങൾക്ക് കൃഷ്ണസേവ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവർക്ക് പ്രകടിപ്പിക്കാമായിരുന്നു. ഇത് ഇവർക്ക് ഈ ഗോപികമാർക്ക് പരസ്പരം പറയാനല്ലാതെ തങ്ങളുടെ ഭർത്താക്കന്മാരോട് പറയാൻ പറ്റില്ല, മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല, അവരുടെ ഇൻലാസ് എന്താ ഭർത്താവിന്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റില്ല. പിന്നെ ആ ഗോപികമാർക്ക് പരസ്പരം വേദന പങ്കുവെക്കാൻ പറ്റത്തുള്ളായിരുന്നു. ആ പങ്കുവെക്കുന്ന വേദനയാണ് വേണുഗീതമായിട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതായത് കൃഷ്ണനെ മാത്രം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് കൃഷ്ണനോടുള്ള അനുരാഗം മാത്രം ആ ഹൃദയത്തിൽ നിറച്ചിട്ട് കൃഷ്ണന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ചിട്ട് അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആ വേദന അത് വേണുഗാന വർണ്ണനയിലൂടെ അവർ പ്രകടിപ്പിക്കുകയാണ്, അവരത് വെളിയിൽ കൊണ്ടുവരണം. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ഹൃദയത്തിൽ മൊത്തം കൃഷ്ണൻ, ആ ഹൃദയത്തിൽ മൊത്തം കൃഷ്ണനോടുള്ള അനുരാഗം, അവരുടെ ജീവിതം മൊത്തം കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ടും ആ കൃഷ്ണ പ്രേമം പ്രകടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ, അത് വിങ്ങി പൊട്ടി വെളിയിൽ വരുന്നതാണ് വേണുഗാനം. അവരുടെ നൊമ്പരമാണ് വേണുഗാനം. ഇത് വേണുഗാനത്തിലൂടെ അവർ ആസ്വദിക്കുകയല്ല, അവർ വേദനിക്കുകയാണ്. അവരുടെ വേദന നമ്മളോട് പങ്കുവെക്കുകയാണ്. ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാമത്തെ സ്കന്ധം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വളരെ നിമിഷങ്ങൾ, കുറച്ച് സമയം മാത്രമേ പരസ്യമായിട്ട് അവർക്ക് കൃഷ്ണനെ കാണാൻ കിട്ടുന്നുള്ളൂ. രാവിലെ പശുവിനെ മേയ്ക്കാൻ വേണ്ടി പോകുന്ന ആ സമയം, വൈകിട്ട് തിരിച്ചു വരുന്ന സമയം, ഒരു ഗ്ലാൻസ് ഇത്ര കാണാൻ പറ്റുമായിരുന്നു. ബാക്കിയുള്ളവർക്ക് കൃഷ്ണനെ കൂടുതൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷ്ണ സേവ ചെയ്യാനുള്ള അവസരം അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല പരസ്യമായിട്ട്. അപ്പൊ അവരുടെ ഉണ്ടായിരുന്ന ആ ആസക്തി അവരുടെ ഹൃദയത്തിൽ തന്നെ അവർ കുഴിച്ചു മൂടുകയായിരുന്നു. എന്തിനുള്ള ആസക്തി? കൃഷ്ണ സേവ ചെയ്യാനുള്ള ആസക്തി, കൃഷ്ണനെ കൺകുളിർക്ക് കാണുവാനുള്ള ആസക്തി, കൃഷ്ണ പ്രേമം പ്രകടിപ്പിക്കാനുള്ള ആസക്തി, അതെല്ലാം അവരുടെ ഹൃദയത്തിൽ അവർ കുഴിച്ചു മൂടുകയായിരുന്നു. ഒരു വിങ്ങലോടല്ലാതെ നമുക്കത് ഓർക്കാൻ കൂടി കഴിയില്ല. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് സാധന ഭക്തി ചെയ്യുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നതും നമ്മളെ പഠിപ്പിക്കുന്നതും എന്താണ്? എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണഭക്തി വളർത്താം അല്ലെങ്കിൽ ഉദയം ചെയ്യിക്കാം. അതിനല്ലേ നമ്മൾ ഭക്തി ചെയ്യും. നമ്മൾ നാമം ജപിക്കുന്നതായാലും ശരി, നമ്മൾ 4 നിയമങ്ങൾ പാലിക്കുന്നതായാലും ശരി, നമ്മൾ ഭാഗവതവും ഗീതയും വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണഭക്തി പ്രകടമാക്കണം. ഈ ഗോപികമാർ ഒരു സ്റ്റഡി ക്ലാസ്സിലും പോയിട്ടില്ല, ഒരു ഭാഗവതം ക്ലാസ്സും അറ്റൻഡില്ല, ഒരു നാമവും ജപിക്കത്തില്ല. നൈസർഗികമായ കൃഷ്ണഭക്തിയായിരുന്നു അവരുടെ ഉള്ളിലുള്ളത്. അതാരും വളർത്തിയെടുത്തതല്ല, പുസ്തകത്താളുകളിൽ നിന്നും പഠിച്ചതല്ല, യൂട്യൂബിലോ ഫേസ്ബുക്കിലൊന്നും അവര് കണ്ടു പഠിച്ചത് അല്ല. അപ്പൊ ഈ ഗോപികമാർ നമ്മൾ ഇത്രയും നാള് ചെയ്തിട്ടും നമ്മുടെ ഹൃദയത്തിൽ അതിന്റെ ഒരു തരി പോലും കൃഷ്ണപ്രേമം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്നും ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, കൃഷ്ണന് വേണ്ടിയിട്ടല്ല. പക്ഷെ ഈ ഗോപികമാർ അവരുടെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് കൃഷ്ണന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉള്ള ഗോപികമാരുടെ പ്രേമത്തിന്റെ ലെവല്, അപ്പം ആ കൃഷ്ണപ്രേമം നൈസർഗികമായിരുന്നു. ആ കൃഷ്ണ പ്രേമത്തിന്റെ പ്രവാഹത്തെ തടുത്തു നിർത്താൻ പലപ്പോഴും അവർക്ക് കഴിയില്ലായിരുന്നു. അതെങ്ങനെ അതിനെ തടുത്തു നിർത്തണം അവർക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും അവർ വീട്ടുകാരെയും വിട്ട് എല്ലാം വിട്ട് ഓടി കൃഷ്ണടുത്തിലോട്ട് പോകുന്നത്, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. കാര്യം ആ കൃഷ്ണപ്രേമം ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് വെളിയിൽ വരുമ്പോൾ ആ പ്രവാഹത്തിനോടൊപ്പം അവരും പോവുകയായിരുന്നു. അവരുടെ കൃഷ്ണപ്രേമം അല്ലെങ്കിൽ കൃഷ്ണനെ കാണേണ്ട പദ്ധതി ഒന്നും പ്ലാൻ ചെയ്യണം. നമ്മളിപ്പോ അമ്പലത്തിൽ പോകണമെങ്കിൽ ഞായറാഴ്ച അമ്പലത്തിൽ പോകണം, അപ്പൊ രാവിലെ എണ്ണിക്കണം, രാവിലെ എണ്ണിച്ചത് ഉണ്ടാക്കണം. അവർക്ക് അങ്ങനെയായിരുന്നു. അവർ പശുവിനെ കന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമ്പോൾ ഓടിയിട്ടിട്ടങ്ങ് പോകും. അത് കാരണം അത് നൈസർഗികമായിരുന്നു, അത് വളർത്തിയതല്ല, തന്നെ വളർന്നു പോയതായിരുന്നു. അതായത് പിന്നെ അവരുടെ കൃഷ്ണപ്രേമത്തിന്റെ ഏറ്റവും മാധുര്യത എന്ന് പറയുന്നത്
അവര് പരിപൂർണമായിട്ട് കൃഷ്ണന് കീഴടങ്ങി കൃഷ്ണ ഭക്തി ചെയ്യുമ്പോഴും അവർ അവരുടെ കർത്തവ്യങ്ങൾ പരിപൂർണമായിട്ട് ചെയ്തു. അവരുടെ കർത്തവ്യങ്ങൾ അവർ ഉപേക്ഷിച്ചിരുന്നില്ല. ആ കർത്തവ്യം ചെയ്യുമ്പോഴും അവർ ചിന്തിച്ചിരുന്ന കൃഷ്ണനെ കുറിച്ചാണ്. ആ കർത്തവ്യം ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്. കയറും തൊട്ടിയും കുട്ടി, എളിയില് കുട്ടി, കയ്യില് തൊട്ടി, ഒരു കയറ്. കിണറ്റി വെള്ളം കോരാൻ വേണ്ടി വന്നു, കുട്ടിയെ താഴെ വെച്ചു, തൊട്ടിയെ താഴെ വെച്ചു. പാടുന്നത് കൃഷ്ണനെ കുറിച്ചാണ്. ഗോവിന്ദ ഗോപാല എന്നുള്ള പാട്ടും പാടിക്കൊണ്ട് കയറ് കെട്ടിയിട്ട് തൊട്ടിയല്ല, കുട്ടിയിലാണ് കെട്ടിയത്. കുട്ടിയെ കെട്ടി കിണറ്റിൽ ഇട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയാണ് പിന്നെ വലിച്ചെടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കിയ അവസ്ഥ. ആ കൃഷ്ണപ്രഭത്തിന്റെ പ്രവാഹത്തിലാണ് അത് സംഭവിച്ചത്. കർത്തവ്യം പറഞ്ഞിട്ടല്ല, അവരവർക്ക് കർത്തവ്യം ചെയ്തു, പരിപൂർണമായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഗോപികമാരുടെ ആ കൃഷ്ണഭക്തിയുടെ സ്വീറ്റ്നെസ്. അവർ ഒരിക്കലും അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർ ഒളിച്ചോടിയിട്ടില്ല. പക്ഷെ അവരുടെ മനസ്സും അവരുടെ ഹൃദയവും അവരുടെ ചിന്തകളും അവരുടെ തലച്ചോറും അവരുടെ രക്തവും അവരുടെ ശരീരങ്ങളിൽ ഒഴിയുന്നതെല്ലാം കൃഷ്ണഭക്തി, കൃഷ്ണപ്രേമം മാത്രമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ അവര് സ്വന്തം കർത്തവ്യങ്ങൾ പരിപൂർണമായിട്ട് ചെയ്തത്. അവർ മധുരയില് വെണ്ണയും മക്കനും തൈരും ഒക്കെ വിൽക്കാൻ പോകുമ്പം വിളിച്ച് മധുര നഗരത്തിൽ കൂടെ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്താ വിളിച്ചു പറഞ്ഞിട്ട് പോകേണ്ടത്? മക്കൻ ലേലോ, ഘീ ലേലോ, ദഹി ലേലോ. ലേലോ എന്ന് പറഞ്ഞാൽ വാങ്ങാൻ. പക്ഷെ അവരിപ്പോ വിളിച്ചു പറയുന്നത് എന്താ അറിയോ? ഗോവിന്ദാക്കോ ലേലോ, ഗോപാൽക്കോ ലേലോ, കാനാക്കോ ലേലോ. അപ്പൊ ഈ മട്ടുപ്പ വീഴുന്ന മധുരയിലെ പെൺകൊടികള് കൈകൊട്ടി ചിരിക്കും ഇവര് വിളിക്ക് പറഞ്ഞിട്ട്. അപ്പോഴേ ഇവർക്ക് ബോധം വരും, അയ്യോ തോഫ നമ്മൾ എന്തോ പറഞ്ഞത്. അപ്പൊ നാണം കൊണ്ട് അവർ മുഖം താഴ്ത്തിയിട്ട് പറയും ഘീ ലേലോ, മക്കൻ ലേലോ. ഇവര് ചുറ്റുപാട് നോക്കും, ആരും കേട്ടില്ലല്ലോ, വേറെ ആരും. അതായിരുന്നു അവരുടെ ഉള്ളിലുള്ള വികാരം. അപ്പൊ നമ്മുടെ ഭക്തി നമ്മളെ പഠിപ്പിക്കുന്നത് ഭക്തിക്ക് വേണ്ടി നമ്മുടെ കർത്തവ്യം മറക്കാൻ പാടില്ല. അതാണ് ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ പറയുന്നത്. പിന്നെ പല ഗോപികന്മാർക്ക് അവരുടെ കർത്തവ്യം ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയിരുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്തവ്യത്തിനെയും കൃഷ്ണപ്രേമത്തിനെയും കൂടെ വെക്കുമ്പോൾ പലപ്പോഴും ആ കർത്തവ്യത്തിന്റെ മുകളിലായി പോകുമായിരുന്നു കൃഷ്ണപ്രേമം. അതുകൊണ്ട് പലപ്പോഴും അവര് പാല് തിളച്ചു പോകുമ്പോൾ അറിയത്തില്ല. അടുപ്പിൽ കൂട്ടിയിരുന്ന തീ പാല് തിളച്ചു പോയിട്ട് ആ തീ സാരിക്ക് പിടിച്ചു കഴിയുമ്പോഴാണ് അവര് തീ കെടുത്തുമ്പോഴറിയുന്നു, അയ്യോ ഇത്രയായോ എന്ന്. കൃഷ്ണൻ രാവിലെ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ ആ നോക്കി നിൽക്കുന്ന നിപ്പ് ചിലപ്പോൾ ആരും വിളിച്ചില്ല, ഉച്ചവരെ നിന്ന് പോകും. കാരണം കൃഷ്ണൻ കണ്ണിൽ നിന്നും മറഞ്ഞെങ്കിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും മറയുന്നില്ല. ഹൃദയം നിറച്ചും കൃഷ്ണനാണ്. കൃഷ്ണൻ പോകുന്നത് അവർ കണ്ടു, ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞെങ്കിലും കൃഷ്ണൻ അവർക്ക് കാണാൻ പറ്റുന്നു. കൃഷ്ണൻ എവിടൊക്കെ പോകുന്നു അവർക്ക് അറിയാൻ പറ്റും. അതാണ് ഈ വേണുഗാനത്തിൽ മൊത്തം വർണ്ണിച്ചിരിക്കുന്നത്. വൃന്ദാവനത്തിൽ കൃഷ്ണൻ ചെന്ന് കഴിയുമ്പം മരങ്ങൾ എന്ത് ചെയ്യുന്നു, പശുക്കൾ എന്ത് ചെയ്യുന്നു, മയിലുകൾ എന്ത് ചെയ്യുന്നു, കുയിലുകൾ, പക്ഷികൾ, മരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവർ പറയുന്നത് എങ്ങനെയാണ്? കൃഷ്ണൻ അന്നേരം ഗോചരമല്ല അവർക്ക്. പക്ഷെ അവർ കൃഷ്ണനെ കാണുന്നു. അവർ കൃഷ്ണൻ ഒരിക്കലും ദൂരെ പോയിട്ടില്ല, കൃഷ്ണൻ അവരിൽ നിന്നും ഒരിക്കലും ദൂരെ പോയിട്ടില്ല. അതിന്റെ പ്രതിഫലനമാണ് ഈ വേണുഗാനം. അതായത് കൃഷ്ണഭക്തിയുടെ കൃഷ്ണാവബോധത്തിന്റെ മധുരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നമ്മളുടെ കർത്തവ്യം ചെയ്തുകൊണ്ട് കൃഷ്ണഭക്തി ചെയ്യണം. കൃഷ്ണഭക്തിക്ക് വേണ്ടി നമ്മുടെ ഭൗതികമായ കർത്തവ്യങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല. അതിനേക്കാളേറെ ഭൗതികമായ കർത്തവ്യങ്ങൾക്ക് വേണ്ടി കൃഷ്ണഭക്തി ഉപേക്ഷിക്കാൻ പാടില്ല. അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പലപ്പോഴും നമ്മളുടെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ട്, പലരും ജീവിതത്തിലെ നമ്മുടെ ദൈനംദിന ജീവിതത്തില് പലതും കൃഷ്ണഭക്തിയുടെ പേരിൽ ഒഴിയുന്നു. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ തന്നെ ഒരു ഭക്തൻ, ഗുരുവായൂരുള്ളതാണ്, പേര് പറയാൻ പറ്റില്ല, എന്നെ അദ്ദേഹത്തിന് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഒരുപാട് സീനിയർ ഡിവോട്ടിയാണ് ഗുരുമഹാരാജിന്റെ. എൻ്റെ വീട്ടില് എന്നോട് പറഞ്ഞു, ഒത്തിരി നാൾ എൻ്റെ വൈഫൊക്കെ ഉള്ള സമയത്തുണ്ട്, 10 വർഷം മുമ്പ്. ഇന്നും എനിക്കൊന്നും അറിയില്ല, അന്നും എനിക്കൊന്നും അറിയില്ല. അപ്പൊ എന്തെങ്കിലും സംസാരിക്കണം, ഞാൻ സംസാരിച്ചു. അപ്പൊ ഉള്ളതാരം അദ്ദേഹത്തിന്റെ ഭാര്യ, അനിയന്റെ ഭാര്യ, മക്കൾ, അവരൊക്കെ ഉള്ളത്. ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു 10-15 മിനിറ്റ്
എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കൃഷ്ണഭക്തി എന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞ് ഭർത്താവിനെ കുറ്റം പറയാണ് അദ്ദേഹം. അത് നോക്കത്തില്ല, ഇത് നോക്കത്തില്ല, മക്കളെ നോക്കത്തില്ല, എന്നെ നോക്കത്തില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഗോപികമാര് നമ്മളെ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ അവര് പശുവിനെ കറക്കുമായിരുന്നു, ചാണകവും വരുമായിരുന്നു, വീട്ടിലെല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. പക്ഷേ നമ്മളോട് പറഞ്ഞു തരത്തില്ലേ ആൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫോർഗെറ്റ് കൃഷ്ണ എന്ന്? അത് ഗോപികമാരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. പഠിപ്പിച്ചിട്ട് നമുക്കത് മനസ്സിലായിട്ടില്ല, നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. എപ്പോഴും കൃഷ്ണനെ ഓർക്കുക, ഒരിക്കലും കൃഷ്ണനെ മറക്കരുതെന്ന്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? എപ്പോഴും കൃഷ്ണനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കരുതെന്നല്ല. പിന്നെ ഒരിക്കലും മറക്കരുതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്ന് വെച്ചാൽ 24 മണിക്കൂറിൽ എത്രയാ 56,000 എത്ര സെക്കൻഡ്, അവന് ഒരു സെക്കൻഡ് പോലും കൃഷ്ണൻ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഉത്തരവാദിത്വം ചെയ്തുകൊണ്ട് അത് എങ്ങനെ വേണമെന്നുള്ളത് ഗോപികമാർ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ അതായത് രാസലീല നടക്കുമ്പോൾ ഓരോ ഗോപികമാരും രാസലീല സ്ഥലിയോട്ട് ഓടുമ്പോൾ അവരോടൊപ്പം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഗോപികമാർ ഓടുന്നുണ്ടായി. പക്ഷെ പരസ്പരം ഒരു ഗോപികമാരും കാണുന്നില്ല. ഓരോ ഗോപികയും ചിന്തിച്ചിരുന്നത് താൻ മാത്രമാണ് പോകുന്നത് കൃഷ്ണനെ കാണാൻ. കൃഷ്ണൻ നിൽക്കുന്ന സ്ഥലത്ത് എന്നപ്പോഴാണ് അവർ അതിൽ ഇത്രയും കാണുന്നത്, ഇത്രയും ഗോപികമാരുണ്ടോന്ന്. അപ്പൊ അതുവരെ അവരൊരു അബോധാവസ്ഥയിലായിരുന്നു. അതായത് ആ ഗോപികമാര് കൃഷ്ണനടുക്കൽ അർദ്ധരാത്രി എത്തുമ്പോൾ, അതായത് ബ്രഹ്മവിമോഹൻ ലീലയില് ബ്രഹ്മാവ് ഗോപന്മാരെയും പശുക്കളെയും മോഷ്ടിച്ച് മാറ്റിവെച്ചപ്പോൾ അതേ രൂപത്തിലുള്ള പശുക്കളെയും ഗോപന്മാരെയും കൃഷ്ണൻ അവിടെ പ്രതിഷ്ഠിച്ചത് മാതിരി തന്നെ ഈ ഗോപികമാര് കൃഷ്ണന്റെ അടുക്കൽ വന്നപ്പോൾ അത്രയും ഗോപികമാരെ അവരവരുടെ വീട്ടിൽ കൃഷ്ണൻ വീണ്ടും പ്രതിഷ്ഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിൽ അസാമാന്യമായിട്ട് യാതൊന്നും നടന്നിട്ടില്ല. ബ്രഹ്മാവിന്റെ ഒരു ദിവസമായിരുന്നു രാസലീല നടന്നതാണ് പറയുന്നത്. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയാൻ എത്ര വർഷമാണ്? ഒരു പകൽ എന്ന് പറഞ്ഞാൽ 432 കോടി വർഷം, ഒരു രാത്രി 432. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 864. ഒരു ദിവസമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ 24 മണിക്കൂർ ബ്രഹ്മാവിന്റെ 864 കോടി, നമ്മുടെ 864 കോടി വർഷമാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം. അത്രയും ദിവസമായിരുന്നു രാസലീല നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് കൃഷ്ണ ചില ലീലൊന്നും നമുക്കൊന്നും മനസ്സിലാത്ത. അതുകൊണ്ടാണ് കൃഷ്ണൻ ഭഗവത്ഗീത പറയുന്നത് ജന്മകർമ്മ ചമേ ദിവ്യ ഏവം യോ വ്യക്തി തത്വ തെത്വ അദ്ദേഹം പുരോജനം അതിന്റെ മാമേതി സ്വാർജുന 4.9 പറയുന്നത് എന്തുവാ? എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് തത്വത ആര് മനസ്സിലാക്കുന്നോ അവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, അവർക്ക് ഈ ഭൗതിക ലോകത്തിൽ പിന്നെ വരുകയും വേണ്ടെന്ന്. തത്വത മനസ്സിലാക്കാൻ പറ്റില്ല. ഇതെങ്ങനെ മനസ്സിലാക്കുന്നേ? 864 കോടി വർഷം ആ ഭൗതിക ലോകത്തിലെ എത്ര ദിവസം ഭൗതിക ലോകത്തിൽ ഇതില്ലായിരുന്നു അത്രയും ദിവസം അവിടെ പ്രതീക്ഷിച്ചിരുന്നു. ഇത് നമ്മുടെ ആചാര്യന്മാർ പറയുമ്പോൾ പറയുന്ന ഒരു അണ്ടർലൈൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കൊണ്ട് കൃഷ്ണന് വേണ്ടിയിട്ടുള്ള അവരുടെ ത്യാഗത്തെ നമ്മൾ മറക്കരുത്. ഗോപികമാരുടെ ത്യാഗത്തെ, ഗോപികമാരുടെ ത്യാഗത്തെ, അതായത് കൃഷ്ണൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അവർ വന്നതെന്നോ അല്ലെങ്കിൽ അല്ലായിരുന്നു അവർ അതൊന്നും, അതാണ് അവരുടെ ത്യാഗത്തിനെ നമ്മൾ കാണണം. നോക്ക്, കൃഷ്ണന് വേണ്ടിയിട്ട് അവർ വീട് വിട്ട് ഓടിയുമ്പോൾ അവർ സേഫ്റ്റി കോൺഷ്യസിലും അൺസേഫ്റ്റി കോൺഷ്യസിലും അല്ലായിരുന്നു. സേഫ്റ്റി കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ രക്ഷിച്ചോളൂ എന്നുള്ള കോൺഷ്യസ് ഇല്ലായിരുന്നു. അൺസേഫ്റ്റി കോൺഷ്യസ് എന്ന് പറയുമോ എന്റെ വീട്ടുകാരനെ എന്ത് ചെയ്യും എന്നുള്ളത് ആ ചിന്തയൊന്നുമില്ല. അവരുടെ ഉന്മാദാവസ്ഥയിലായിരുന്നു. കാരണം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന കൃഷ്ണഭക്തിയുടെ പ്രവാഹമായിരുന്നു അവിടെ. ആ പ്രവാഹത്തിൽ അവർ ഒലിച്ചു പോവുകയായിരുന്നു കൃഷ്ണന്റെ അടുക്കിലോട്ട്. അതിനെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയുമായിരുന്നില്ല. ഭർത്താക്കന്മാരോ മാതാപിതാക്കളോ അമ്മായിയപ്പനോ അമ്മായിയമ്മ എന്ത് ഒന്നുമില്ല. ലോകത്തിൽ ഒരു ശക്തിക്കും അതിനെ തടയാൻ കഴിയില്ല. കൃഷ്ണന് കഴിഞ്ഞില്ല. അവർ വന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞത്? സാമൂഹ്യ വ്യവസ്ഥിതി അനുസരിച്ച്, അന്നത്തെ സാമൂഹ്യ നീതി അനുസരിച്ചിട്ട് പ്രായപൂർത്തിയായ സ്ത്രീകൾ നിങ്ങൾ ഈ പാതിരാത്രി സമയത്ത് എൻ്റെ അടുക്കൽ വരാൻ പാടില്ലായിരുന്നു. നിങ്ങൾ തിരിച്ചു നിങ്ങളുടെ വീട്ടിൽ പോകണം, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുക്കൽ പോകണം, മാതാപിതാക്കളുടെ പോകണം. എന്താ അവരെന്നേരം പറഞ്ഞത്? പോയി പണി നോക്കാൻ പറഞ്ഞു. എത്ര ജന്മത്തിൽ എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എത്ര ജന്മത്തിൽ എത്ര മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നും കൃഷ്ണ നീ മാത്രം ഞങ്ങൾക്ക് വേണ്ടി ഉള്ളായിരുന്നു, ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണൻ രാസലീലയ്ക്ക് എൻട്രി കൊടുത്തത്. അതായത് അവരുടെ ഭക്തിയുടെ, അവരുടെ കൃഷ്ണപ്രേമത്തിന്റെ പ്രഭാഗത്തെ തടയാൻ കൃഷ്ണന് കഴിഞ്ഞില്ല എങ്കിൽ, അതാണ് കൃഷ്ണൻ ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഈ കടം വീട്ടാൻ ബ്രഹ്മാവിന്റെ ഒരു ആയുസ്, ഒരു ദിവസമല്ല, ഒരു ദിവസം 864 കോടി ഒരു ദിവസം. അപ്പൊ ഒരു വർഷവും 864 കോടി ഇൻറ്റു 365, ഒരു വർഷമായുള്ളൂ, ഇൻറ്റു 100. അതാണ് ബ്രഹ്മാവിന്റെ ആയുസ്. നമുക്ക് കാൽക്കുലേറ്റ് കൂട്ടാൻ പറ്റില്ല.
ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സേവ ചെയ്തപ്പോൾ ഈ കടം എനിക്ക് വീട്ടാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ കരയുകയാണ് അവരുടെ പ്രേമത്തിന് മുമ്പിൽ. ആ പ്രേമത്തെ കുറിച്ച് നമുക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റും? അതായിരുന്നു ഈ വേണുഗാനം മൊത്തം. നമ്മൾ അതിന്റെ ഒരു 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 തരി പോലും അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തരി പോലും എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു തരി പോലും നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ മധുരം എത്രയായിരിക്കും? അവിടുന്ന് ഇവിടുന്ന് കേട്ടത് നമ്മൾ പെറുക്കി വെച്ച് കഴിയുന്ന പോലെ ഞാൻ പറഞ്ഞു. അതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഭഗവാന്റെയും രാധാറാണിയുടെയും മറ്റു ഗോപികമാരുടെയും പാതാരബന്ധം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ അഹങ്കാരം കാണിച്ചത്, പറയാനും കേൾക്കാനും അഹങ്കാരം കാണിച്ചതിന് ക്ഷമിക്കാൻ യാചിക്കുക. അതെല്ലാം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അത്ര മധുരമാണ്. പലരും ഗോപികമാരുടെയൊക്കെ വെളിയിലുള്ള ആൾക്കാർ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, അവരുടെ വിഡ്ഢിത്തരമാണ് കൊണ്ട് പറയുന്നത്. നമുക്കത് കണ്ട കാര്യമല്ല. ഈ ഗോപികമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എറ്റർണൽ സെർവന്റ് ആണ്. ശാശ്വതമായിട്ടുള്ള ഭഗവാന്റെ പാർഷദങ്ങളാണ്. രാധാറാണിയുടെ സേവ ചെയ്യുന്നവരാണ്. അവർ ഒരിക്കലും കൃഷ്ണന് വ്യത്യസ്തമല്ല, കൃഷ്ണന് ഭിന്നമല്ല. അവരിലാണ് കൃഷ്ണൻ ജീവിക്കുന്നത്, കൃഷ്ണനാണ് അവർ ജീവിക്കുന്നത്. അവർ ഈ ഭൗതിക ലോകത്തിൽ വന്നപ്പോൾ അനുഭവിച്ച നൊമ്പരമാണ് നമ്മൾ വേണുഗാന വർണ്ണിലൂടെ കാണാൻ പറ്റും. പിന്നെ കൃഷ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് സാമൂഹ്യ നീതി. ഗോപികമാർ നമ്മൾ പഠിക്കുന്നത് അത് ബ്രേക്ക് ചെയ്യാനുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. അതായത് കൃഷ്ണഭക്തിയുടെ പേരിൽ സാമൂഹ്യ നീതി ബ്രേക്ക് ചെയ്യാൻ പാടില്ല, അതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടില്ല. അപ്പൊ ബ്രാഹ്മണ ഭക്തിമാരോടും കൃഷ്ണൻ പറയുന്നത് എന്തുവാണ്? നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ തിരിച്ചു പോകും. ഗോപികമാരോടും പറയുന്നത് ഭഗവാൻ അത് തന്നെയാണ്, നിങ്ങൾ തിരിച്ചു പോകും. അതായത് കൃഷ്ണവിരഭത്തിന്റെ പരം കാഷ്ടയിലെ എല്ലാം ഉപേക്ഷിച്ച് വന്ന അതായത് ഗോപികമാരുടെ ത്യാഗത്തെയോ വിരക്തിയെയോ മനസ്സിലാക്കാനോ വിവരിക്കാനോ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. പിന്നെ നമ്മൾക്കുള്ള സാധാരണ ജനങ്ങളുടെ കാര്യം പറയാനുണ്ട്. അപ്പൊ ഇതുവരെ കൃഷ്ണന്റെ വേണുഗാനത്തെ വർണ്ണിച്ചിരുന്ന ഗോപികമാര് ഒരു അതീന്ദ്രിയ അവസ്ഥയിലാണ് ഇപ്പോൾ. ഈ 19ാമത്തെ ശ്ലോകം വരുമ്പോൾ, ഈ 19ാമത്തെ ശ്ലോകം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം, പിന്നെ അതിന്റെ ട്രാൻസ്ലേഷനും പർപ്പറ്റും കൂടെ വായിക്കാം. ഗാഗോപികാനുവനം നയതോതാര വേണുസ്വനേ കളപദൈ തനുഹൃത്സ സംഖ്യ അസ്പന്ദനം ഗതിമതാം പുലകസ്തരുണാം നിർയോഗഭാഷകൃതലക്ഷണയോ വിചിത്രം. പ്രിയ സഹിമാരെ, കൃഷ്ണബലരാമന്മാർ ഗോപബാലന്മാരോടൊപ്പം പശുക്കൾ നയിച്ചുകൊണ്ടും പാൽ കറക്കുമ്പോൾ അവയുടെ പിൻകാലുകൾ കെട്ടാൻ കൈകളുമേന്തി കാട്ടിലൂടെ നടന്നു പോകുന്നു. ഇത് ആലോചിക്കുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവർ പോകുന്നു എന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അവര് ആ ദൃശ്യം അവരുടെ ഉള്ളിലുണ്ട്. അവ പോകുമ്പോൾ പറഞ്ഞതാണ് പാൽ കറക്കുമ്പോൾ അവരുടെ പിൻകാലിൽ കെട്ടാനുള്ള കയറുകൾ മേന്തി, ആ കയർ അവര് കയ്യിൽ വെച്ചിരിക്കുകയല്ല, അത് വളരെ അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത്. അത് വായിക്കാം. കൃഷ്ണൻ വേണു ഊതുമ്പോൾ ആ ഗാനം കേട്ട് ജീവാത്മാക്കൾ നിശ്ചലരായി നിന്നു പോവുകയും സ്ഥാപനങ്ങളായ വൃക്ഷങ്ങൾ ആനനിർവൃതികളായി ഇളകുകയും ചെയ്യുന്നു. ഇതൊക്കെ തീർച്ചയായും അത്യാശ്ചര്യമാണ്. ഇതെല്ലാം അവർ വർണ്ണിച്ചതാണ്, വീണ്ടും പറയാണ്. ശില പ്രഭാത് പർപ്പറ്റിൽ പറഞ്ഞിരിക്കുന്നത്, കൃഷ്ണബലരാമന്മാർ പശുക്കളെ കെട്ടാനുള്ള കയറുകൾ ചിലപ്പോൾ ശിരസിലും ചിലപ്പോൾ ചുമലിലും ഏറ്റു നടക്കുന്നു. അത് അലങ്കാരമായിട്ടാണ് അവർ വെക്കുന്നത്. അതിങ്ങനെ, അത് വെറും കയറല്ല, അത് ഗോവന്മാർക്കുള്ള ഈ സാമഗ്രികളൊക്കെ, അതായത് വസ്ത്രം, അവർക്ക് മനോഹരമായ അലങ്കാരമായി. ഇത് വെറും കയറല്ല, വസ്ത്രങ്ങളിൽ ആണ്, നല്ല നൂലുകൊണ്ട് നെയ്തതാണ്. അതാണ് അവർ തലയിലും കെട്ടി തോളിലും ഒക്കെ കെട്ടിക്കൊണ്ട് പോകുന്നത്. ഈ നല്ല മനോഹരമായ കാഴ്ച ഗോപികമാർ കാണുകയാണ്. കൃഷ്ണബലരാമന്റെ കയറുകൾ എന്ന ശ്രീല കൃഷ്ണബലരാമന്റെ കയറുകൾ എന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ വിശദീകരിക്കുന്നു. ചിലപ്പോഴവർ ഇവയെ തലപ്പാവുകളുടെ മേൽ അണിയുകയും അങ്ങനെ ആ കയറുകൾ സുന്ദരമായ അലങ്കാരങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. അതായത് ഇതുവരെ അവർ വർണ്ണിച്ചത് വേണുഗാനത്തിന്റെ മാധുര്യം ആസ്വദിക്കുന്ന വൃന്ദാവനത്തിലെ ഓരോ ചരാചരങ്ങളെയും ജീവജാലങ്ങളെയും കുറിച്ചായിരുന്നുവെങ്കിൽ ഈ ശ്ലോകത്തിൽ അവർ വർണ്ണിക്കുന്ന കൃഷ്ണബലവാന്മാരുടെ ബാക്കി ഗോപന്മാരുടെ വേഷങ്ങളെ കുറിച്ചാണ്. ബാക്കി ഗോപന്മാരുടെയും കൃഷ്ണന്മാരുടെ വേഷങ്ങളെ കുറിച്ച് പറയുകയാണ്. അതായത് അവര് വർണ്ണിച്ചു കഴിഞ്ഞു, അവർ ഇതുവരെ ഒരു അതീന്ദ്രിയാവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അവർ വെളിയിൽ വന്നു. വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്, ഗോപികമാര് പറയുകയാണ്, ബാക്കിയുള്ള ഗോപികമാരോട് പറയുന്നത്, ഇനി നമ്മൾ അമാന്തിച്ചുകൂടാ, നമ്മൾക്ക് ഇപ്പൊ തന്നെ കൃഷ്ണടുക്കിലോട്ട് പോകണം.
അതായത് കൃഷ്ണൻ ദൂരെ എത്തി. ഇനി നമുക്ക് എത്താൻ പറ്റാത്ത ദൂരത്തെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൃഷ്ണനിലേക്ക് എത്തിച്ചേരണം, വാ പോകാം. അപ്പൊ അങ്ങനെ പറയുന്നതിനിടയ്ക്കാണ് ഗോപികമാർ ഇത് ചർച്ച ചെയ്യുന്നത്, അവരുടെ വേഷങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ ശ്ലോകത്തില് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാൻ എനിക്ക് കഴിയുന്നില്ല, കാരണം അത് വേഷത്തിന്റെ വർണ്ണനയുള്ളൂ, വേറെ ഒന്നും വർണ്ണിച്ചിട്ടില്ല. നമ്മളുടെ വേണുഗാന വർണ്ണന ഒരു നെടുവീർപ്പോടെ ഇവിടെ തീരുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഒരിക്കലും തീരരുത്, ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവർ 13 ശ്ലോകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ 13 ശ്ലോകങ്ങളും എന്തെങ്കിലും അപൂർണത വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഈ വേണുഗാനം വർണ്ണിക്കാനുള്ള അറിവ് എനിക്കില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവിടുന്ന് ഇവിടുന്നും പലയിടത്തുനിന്നും കേട്ടതും പലരുടെ വർണ്ണനകൾ കേട്ടതും നോട്ട്സാക്കി ഞാൻ വെച്ചതാണ്. അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ എല്ലാം ക്രെഡിറ്റ് അവർക്കാണ്. എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ട്, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ് പോലെ എന്തെടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. ഭാഗവതം നമുക്കൊരു ബേർഡ് വ്യൂ, അതായത് ഓരോ ശ്ലോകമല്ല, ഓരോ അധ്യായം 2, 3, 4 ക്ലാസ് കൊണ്ട് അല്ലെ 5 ക്ലാസ് കൊണ്ട് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിനു മുമ്പ് മനസ്സിലൊരു വിഷയം കിടപ്പുണ്ട്, നോക്കട്ടെ, അത് പറ്റുമെങ്കിൽ അത് ചർച്ച ചെയ്യുക. ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഭാഗവതത്തിനൊരു ബേർഡ് വ്യൂ. അപ്പൊ എന്തായാലും ഞാൻ 2 ദിവസം ഇന്ദുമതി മാധവിയോട് പറയാം. ഇന്നിവിടെ നമുക്ക് ഇവിടെ നിർത്താം. ആർക്ക് എന്തെങ്കിലും പറയാൻ ചോദിക്കാനോ ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കൊന്നും ഇല്ല, ഇല്ലെങ്കിൽ നിർത്താം. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. കോടി കോടി പ്രണാമം. ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു എന്താ പറയണ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയും വലിയൊരു ഗോപികമാരുടെ ഭക്തിയും ആ വേണുഗാന വർണ്ണവും ഒക്കെ ഇത്രയും ഭംഗിയായിട്ട് പ്രഭു എടുത്തു തന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം, പ്രണാമം. ഞങ്ങൾക്കാണ് അതിന്റെ ഭാഗ്യം. അത്രേ ഉള്ളൂ. പ്രഭുവിന് അത്ര പറയാൻ സാധിച്ചു, ഞങ്ങൾക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായി. അത് തീർന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും വിഷമാണ്. അത്രയും വലിയൊരു മനസ്സിലാക്കാൻ ഉള്ള കഴിവൊന്നുമില്ല, എങ്കിലും അത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി ഞങ്ങൾക്ക്. പ്രഭു പറയുന്ന പോലെ പ്രഭു ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു പ്രഭു. ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ട്. സാധിച്ചാൽ പ്രഭുവിന്റെ സൗകര്യം പോലെ എടുക്കുക. എല്ലാ ആഴ്ചയും ക്ലാസ് ഉണ്ട്, വിഷയം മാറുന്നേ ഉള്ളൂ. വിഷയം ക്ലാസ് നിർത്തത്തില്ല. നിങ്ങൾ എപ്പോ വരെ എന്നെ പുറത്താക്കുന്നില്ല, അപ്പോൾ ഞാൻ ക്ലാസ് അയ്യോ, ഞങ്ങൾക്ക് സന്തോഷമാണ് പ്രഭു. ഞങ്ങൾക്ക് ക്ലാസ്സുകൾ കുറവാണ് ഇപ്പം. സന്തോഷമാണ് കേൾക്കുന്നത്. നിങ്ങളെപ്പോലുള്ള ഭക്തരുടെ മുമ്പില് ഇതുപോലുള്ള ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ പഠിക്കുകയാണ്. ഞാൻ പഠിച്ചിട്ട് പറയുകയല്ല. ഞാൻ ആദ്യ പ്രാവശ്യം പറഞ്ഞിരുന്നു, സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടല്ല പറയുന്നത്, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പഠിക്കുകയാണ്. പഠിച്ചുകൊണ്ട് പറയുന്നു, പറഞ്ഞുകൊണ്ട് പഠിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു എത്ര ഭാവത്തിലാണ് അത് പറയുന്നത്. ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു നമുക്ക് നിർത്താം ഇവിടെ, വേറെ ഹരേ കൃഷ്ണ. കേൾക്കാം. ആരുടെ മൈക്രോഫോൺ വേറെ ഓൺ ആണെങ്കിൽ അത് ഓഫ് ചെയ്യാം. അപ്പൊ അടുത്ത ഞാൻ പറയണ ഭാഗവതം തുടക്കം മുതലാണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇടയ്ക്കിട്ട് എങ്ങനെയെങ്കിലും പറയാം, അങ്ങനെയാണോ? തുടക്കം മുതൽ, 1ാമത്തെ ശ്ലോകം മുതൽ. ഓക്കെ. അതിനു മുമ്പ് ഒരു വിഷയം എന്റെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നുണ്ട്, നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ ക്ലാസ് കൊണ്ട് തീരുന്നതാണ്. നോക്കട്ടെ, അത് കിട്ടുകയാണെങ്കിൽ, അതായത് ഇങ്ങനെ എനിക്ക് എടുത്ത് വെളി കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ഭാഗവതം തുടങ്ങാം. നമുക്ക് ഭാഗവതം ഒരു ബേർഡ് വ്യൂ, അത് ഓരോ ശ്ലോകമല്ല, ആ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ശ്ലോകങ്ങളും അതിന്റെ താല്പര്യവും മാത്രം. ഓക്കെ പ്രഭു. ഓക്കെ പ്രഭു, താങ്ക് യു വെരി മച്ച്. ഹരിബോൽ. അടുത്ത ആഴ്ച കാണാം. ഹരിബോൽ പ്രഭു. വാഞ്ച കൽപ്പ തരുഭ്യച്ച കൃപാ സിന്ധുഭ്യ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. കൃഷ്ണ പ്രഭുജി പ്രണാമം.